ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവൂന്തിൻ്റെ മരണം കേരളത്തെ സങ്കടത്തിലാക്കി, കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു. 2 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിനെ ജീവനോടെടുത്ത് കിണറ്റിലെറിഞ്ഞു. കുട്ടിയുടെ അമ്മാവൻ തന്നെ എറിഞ്ഞു. പോലീസ് അയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. ഇനി പോലീസ് കസ്റ്റഡി വാങ്ങുകയാണ്. ഇത് സർക്കംസ്റ്റാൻഷ്യൽ സാഹചര്യ തെളിവിൽ മാത്രം ബിൽഡ് ചെയ്ത ഒരു കേസാണ്. അതുകൊണ്ട് മോട്ടീവ് പരമപ്രധാനമാണ്. എന്തിനാണ് ആ ഹരികുമാർ എന്ന അമ്മാവൻ കുട്ടിയെ കൊന്നത് എന്തിന് എന്ന് പോലീസ് കൃത്യമായിട്ട് പറയണം. അതിൻ്റെ മോട്ടീവ് അല്പം ദുരൂഹത നിറഞ്ഞ ഒരു കേസാണിത്. അപ്പോൾ അതിൻ്റെ മോട്ടീവിലോട്ടെത്താൻ അല്പസ്വല്പം സമയമെടുക്കും പോലീസിന്. കാരണം പ്രഥമ ദൃഷ്ട്യ ആ കേസിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയപ്പം പോലീസ് വളരെ കൃത്യമായി നല്ലതായിട്ട് ട്രാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അവിടുത്തെ DYSP ഷാജിയും പിന്നീട് സുദർശൻ റൂറൽ SP രണ്ടുപേരും നല്ല വെൽ എക്സ്പീരിയൻസ്ഡാണ്. അവർക്ക് പ്രത്യേകമായി കാര്യം പിടികിട്ടി. കുട്ടിയെ എടുത്തെറിഞ്ഞത് ഹരികുമാറാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അയാൾക്ക് എന്താണ് മോട്ടീവ്? ആരെങ്കിലും അയാളെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ശ്രീധുവിൻ്റെ റോൾ എന്ത്? അതുപോലെ തന്നെ ശ്രീധു ആ കുടുംബം സർവ്വകാര്യങ്ങളും മന്ത്രവാദത്തിലും അങ്ങനെയുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അത് ഒരു മന്ത്രവാദി അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ അങ്ങനെ ഒരാൾ ഇപ്പോൾ രംഗത്തുണ്ട്. അയാളെ ശംഖുവത്ത് മൊട്ടസ്വാമി നേരത്തെ മുട്ടക്കച്ചവടമായിരുന്നു. പിന്നെ അയാൾക്കൊരു ട്യൂട്ടോറിയൽ വാദ്യരായിരുന്നു, മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അയാൾ പിന്നെ ശംഖുവം അമ്പലത്തിലെ ക്ഷേത്ര കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവിടെ കമ്മിറ്റി പിടിച്ചെടുത്ത കുറേ പൈസ ഇയാൾ അടയ്ക്കാതെ വന്നപ്പോൾ ഇയാളെ അവിടെ നിന്ന് പുറത്താക്കി. ആ പുറത്താക്കിയതുമായിട്ട് ഇയാൾ പല പ്രശ്നങ്ങളുണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട വന്നു. അതിനുശേഷം ഇയാളെ ദ്രോഹിച്ചവരെ ഇയാൾ വെട്ടി എന്നൊക്കെയുള്ള കേസുകളും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ആ വീട്ടിൽ അവരുടെ പല കാര്യങ്ങളിലും അവർ ആശ്രയിക്കുന്നത് ഈ ഈ ഈ സ്വാമി എന്ന് പറഞ്ഞാൽ മൊട്ടസ്വാമി എന്ന് വിളിക്കുന്ന ശംഖുമുഖത്തെ പ്രദീപ് കുമാറിനെയാണ്. അദ്ദേഹത്തിന് ഇപ്പം നല്ല സാമ്പത്തികമുണ്ട്. അദ്ദേഹത്തിൻ്റെ നേരത്തെ ഭാര്യ മരിച്ചുപോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു കുട്ടിയുണ്ടായിരുന്നു, അതിനെ കല്യാണം കഴിച്ച് അയച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ജീവിക്കുന്ന മറ്റൊരാളുടെ ഭാര്യയാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം കരിക്കകത്ത് വലിയൊരു വീട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻപ് ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട്. അവിടെ മന്ത്രവാദവും പൂജകളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ഹോമം നടത്താനുള്ള ചില സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഹോമം രാവിലെ തുടങ്ങിയാൽ രാത്രി നേരം വെളുക്കുന്നിടം വരെ നീണ്ടു നിൽക്കുന്ന ഹോമങ്ങൾ ചെയ്യുന്നുണ്ട്. ഹോമകുണ്ഠം അവിടെയുണ്ട്. 24 മണിക്കൂറും തീയെരിയുന്ന കാണാം എന്നൊക്കെ നാട്ടുകാർ പറയുന്നു. അവിടെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലെങ്കിലും പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ആ വീടുകളിൽ അദ്ദേഹത്തിനെ കാണാൻ വരുന്നുണ്ട്. ഇവിടെ 30 ലക്ഷം രൂപ തങ്ങളെ പറ്റിച്ചു എന്ന് ശ്രീധുവും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഹരികുമാറും അവർ ഒരു പരാതി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. അപ്പോൾ അത് വളരെ ദുരൂഹമായ ഇവരുടെ സോഴ്സ് എന്താണ്? ഈ 30 ലക്ഷം രൂപയുടെ സോഴ്സ് എന്താണ്? ഇവർ പലരെയും നിന്നും പണം വായ്പ വാങ്ങിച്ചിട്ടുണ്ട്, പല ആവശ്യത്തിനും വാങ്ങിച്ചിട്ടുണ്ട്. ഇവർക്ക് ക്യാൻസറാണ്, അതുകൊണ്ടാണ് തല മുട്ടയടിച്ചിരിക്കുന്നത്. ഈ കൊച്ചിൻ്റെയും തല നേരത്തെ മുട്ടയടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവർക്കുണ്ടായ ദുര്യോഗം ഈ ഇളയ കുട്ടി വന്ന ശേഷമാണ് വീട് മുഴുവൻ നശിച്ച് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായും അവർക്കുള്ള അനർത്ഥങ്ങളെല്ലാം ഉണ്ടായത് ഈ കുട്ടിയാണ് എന്നൊരു വാർത്ത, അങ്ങനൊരു സംഭവം ഉണ്ട്. അതിൻ്റെ പിന്നിൽ ഈ മൊട്ടസ്വാമിയാണ് എന്ന് പറയുന്നു. മൊട്ടസ്വാമി ഇപ്പം നല്ല സൗകര്യത്തിലാണ്. അദ്ദേഹത്തിന് നല്ല സാമ്പത്തികമുണ്ട്. അദ്ദേഹം ഇപ്പം വളരെ പ്രശസ്തനായിട്ട് നടക്കുന്നു. പലരും അദ്ദേഹത്തിനെ പൂജകർമ്മങ്ങൾക്കായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എങ്കിലും ആ ആൾ 30 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പേട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തിരുന്നു. ശ്രീധുവിൻ്റെ തല മുട്ടയടിച്ചിട്ടുണ്ട്. അവർ അന്ധമായി ഈ മന്ത്രവാദവും അതുപോലെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ആലപ്പുഴയിലൊരു മന്ത്രവാദിയുടെ അടുത്തായിരുന്നു ഹരികുമാർ എന്ന് പറഞ്ഞ പയ്യൻ കുറേ നാളുകളായിട്ട്. അയാൾ നാട്ടുകാർ ആ സ്ത്രീയെപ്പറ്റിയാണ് കൂടുതലും
എതിർപ്പ് പറയുന്നത്. പയ്യനെ അത്ര ബുദ്ധിയില്ലാത്ത ഒരാളാണ്, അവന് മാനസികമായ അല്പസ്വല്പം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരെ ചോദ്യം ചെയ്തപ്പം പോലീസിൻ്റെ അടുത്ത് ശ്രീതു പറയുന്നത്, എനിക്കെൻ്റെ മകനെപ്പോലെ തന്നെയാണ്, അവൻ സ്വല്പം ബാക്ക്വേർഡാണ് എല്ലാ കാര്യങ്ങളിലും, അവനെ ഞാനാണ് സംരക്ഷിക്കുന്നത്, ഒരമ്മയെപ്പോലെയാണ് ഞാൻ എന്നവർ പറയുന്നുമുണ്ട്. എന്തായാലും ഇതിൻ്റെ ദുരൂഹത നീങ്ങാൻ കുറേ സമയമെടുക്കും. പോലീസ് കുറച്ചുകൂടെ സമയം വേണ്ടി വരും. ഇപ്പം തന്നെ ഈ മൊട്ടസ്വാമിയെ അല്ലെങ്കിൽ പ്രദീപ് കുമാറിനെ ചോദ്യം ചെയ്ത് ഇന്നലെ ത്രൂ ഔട്ട് ചോദ്യം ചെയ്തിട്ട് രാത്രി വിട്ടു. അദ്ദേഹത്തിൻ്റെ സോഴ്സ് നോക്കണം, അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ വരുമാനം നോക്കണം. ഇവർ 30 ലക്ഷം രൂപ ഇവരെ നിന്ന് പറ്റിച്ചു എന്ന് ഇവർ പറയുന്നുണ്ട്. അവർക്ക് 100 കോടി രൂപ അവർക്ക് കടവുണ്ട്. അതല്ലേ ഈ മന്ത്രവാദവും പൂജയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് വന്നിരിക്കുന്നതെന്ന് കൃത്യമാണ്. അവരുടെ തറവാട് വീടുണ്ട്, അവർ ഇപ്പം താമസിക്കുന്ന പലയിടത്ത് ആ വീടിൻ്റെ പിൻവശത്ത് അവരുടെ തറവാടുണ്ട്. അത് വാസയോഗ്യമല്ലാത്തതുകൊണ്ടാണ് അവർ വീടെടുത്ത് താമസിക്കുന്നത്. രണ്ടാമത് ഇവരുടെ വല്യമ്മ അവിടെ ദേവസ്വത്തിലത്തെ ജോലിക്ക് പോകുന്നുണ്ട്. ഈ പയ്യനും ചില ദേവസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് കഴകക്കാരുടെ കൂടെ സഹായിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ വരുമാനമുണ്ട്. അപ്പം പൊതുവായിട്ട് ആ വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ശ്രീതു എന്ന് പറഞ്ഞ സ്ത്രീ തന്നെയാണ്. പക്ഷേ ആ വീട്ടിലെ ദുരൂഹമായ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ കണ്ടു. അവിടെ ഒരു 2-3 കയറ് കെട്ടിയിട്ടിട്ടുണ്ട്. അത് തൂങ്ങാൻ പരുവത്തിലുള്ള കയറാണ് കെട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ അതെന്തിന് കെട്ടി എന്നുള്ള കാര്യങ്ങളും കൃത്യമാകണം. രണ്ടാമത് ഈ അമ്മാവൻ എന്ന ആൾ ഈ കൊലപാതകത്തിന് തൊട്ട് മുമ്പോ അതിന് ശേഷമോ പുള്ളി ഉറങ്ങാൻ ഉപയോഗിക്കുന്ന കട്ടിൽ കത്തിച്ച് കളഞ്ഞു. അത് താനേ ഉണ്ടായ ഒരു തീയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അവിടെ കെറോസിൻ്റെ അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ നല്ല സ്മെല്ലുണ്ട്. അപ്പം അത് ഈ കുറ്റം ചെയ്യുന്നതിന് തൊട്ട് മുമ്പോ അരികുമാർ എന്ന് പറഞ്ഞ ആൾ ചെയ്തതാണ്. എന്തായാലും ഈ ഒരു കേസിൻ്റെ ദുരൂഹത നീങ്ങാൻ കുറച്ച് സമയം കൂടെ പിടിക്കും. അതിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനകത്തൊരു പ്രസക്തമായ പാവം ആ കുട്ടിയുടെ DNA പോലീസ് എടുക്കണം. ആരാണ് കുട്ടിയുടെ മാതാപിതാക്കൾ, അതിലേക്ക് പോലീസ് വരണം. കാരണം അതൊരു പ്രത്യേക ഘടകമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുട്ടിയെ കൊന്നത് എന്തിനാണ്, അത് ഒരു ക്വസ്റ്റ്യനാണ്. അതിന് ഉത്തരം പോലീസ് കണ്ടെത്തണം. അത് അരികുമാർ ചെയ്തതിൻ്റെ കാരണമെന്ത്? അതേസമയത്ത് ശ്രീതുവിൻ്റെ ഭർത്താവ് ശ്രീജിത്തിൻ്റെ പിതാവും ശ്രീതുവിന് എതിരായിട്ടാണ് പോലീസ് മൊഴി കൊടുത്തിരിക്കുന്നത്. അവളാണ് എല്ലാത്തിനും കാരണക്കാരി. അവർ തമ്മിൽ കുറേ നാളുകളായിട്ട് സ്വരച്ചേർച്ചയില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരാണ്. അയാൾ ശ്രീതുവിൻ്റെ പിതാവ് മരിച്ചപ്പോഴായിട്ട് ബന്ധപ്പെട്ട് ആ മരണസമയത്താണ് ഇവിടെ വരുന്നത്. അതിനുശേഷം 16 അടിയന്തരത്തിന് അദ്ദേഹം വന്നു, ആ വീട്ടിൽ കിടന്നു. ഇളയ കുട്ടി അയാളുടെ ഒപ്പം കിടന്നെന്നാണ് പറയുന്നത്. ആ കുട്ടിയെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ആരുടെ അടുത്തുനിന്ന് അത് വ്യക്തതയില്ല. ഏതായാലും കുട്ടിയുടെ നിലവിളി കേട്ടു എന്ന് വല്യമ്മ പറഞ്ഞു. ശ്രീതു അപ്പം മൂത്ത കുട്ടിയായിട്ട് ശുചിമുറിയിലായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും പോലീസ് ഇവരെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ദുരൂഹത അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ സമയമെടുക്കും ഇതിൻ്റെ മോട്ടീവ് ഫിക്സ് ചെയ്യാൻ. എന്തായാലും പോലീസ് അടിയന്തരമായിട്ട് കുട്ടിയുടെ DNA പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ. കാരണം അത് എന്തുകൊണ്ടാണ് ആ കുട്ടിയെ കൊന്നുകളഞ്ഞത്? 2 വയസ്സുള്ള മാലാക പോലെ ഇന്നസെൻ്റായ ഒരു കൊച്ചിനെ എന്തിനാണ് ജീവനോടെ കിണറ്റിലെറിഞ്ഞത്? അത് കുട്ടിയുടെ അങ്കിൾ എറിഞ്ഞു. ആ കുട്ടി ആരാണ്? അങ്കിളിൻ്റെ കുട്ടിയല്ല. ആ കുട്ടി ആ അങ്കിളിൻ്റെ അല്ലെങ്കിൽ സഹോദരി ശ്രീതുവിൻ്റെ മകളാണ്. ആദ്യം ഒരു കുട്ടി 6 വയസ്സുള്ളൊരു കുട്ടിയും അവിടെ ആ വീട്ടിലുണ്ട്. അതിനെ കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇളയ കുട്ടിയെ എടുത്തിട്ടതിന് അതിന് പ്രത്യേകമായ ഒരു പ്രസക്തമായ ഒരു കാരണമുണ്ട്. അത് പോലീസ് അതിലേക്ക് വരണം. അതുകൊണ്ട് കുട്ടിയുടെ DNA കൂടെ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.